യെസ് ഇനി ചോദിച്ചോളൂ. കുറച്ച് ഒരു ചേച്ചിയായിട്ടുള്ള പെർഫോമൻസ്. യെസ്, ചേച്ചിയായിട്ടുള്ള പെർഫോമൻസ് എനിക്ക് അത് തന്നെയാണ് എനിക്കൊരു നാഷണൽ അവാർഡൊക്കെ പോലെ. ലൈക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് പുറത്ത് വരുന്ന പോലെയാണ്. കോമ്പറ്റീഷനോ എന്തെന്നാ പറയണേ, നമ്മളിങ്ങനെ ഒരു ചെറിയൊരു കുളം എന്താ പറയുക ഓഷ്യനുമായിട്ട് ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കണ പോലെയാണ്. ദിസ് നോ കോമ്പറ്റീഷൻ. ഒരുപാട് പഠിക്കാനുണ്ട് ചേച്ചിയുടെ അടുത്ത്. ഇനിയും കുറേ സിനിമകൾ എനിക്ക് ചേച്ചിയുടെ കൂടെ ചെയ്യണം എന്നുള്ള ആക്രാന്തം ഉണ്ട്, അത് മനസ്സിലായി. ആരാ ഒന്നും കൂടെ പറയൂ. പിന്നെ ഓഫ് കോഴ്സ് യെസ്, എല്ലാവരുടെയും കൂടെ ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട്. പക്ഷെ ഉർവശി ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് കിട്ടുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. I see you. Thanks. Anybody else? Thank you. Anybody else has some questions? Direction പറ്റിട്ട് എവിടെ ആളുണ്ട്? Oh my God, what is happening here? What is this? ദൈവമേ. കാണുന്നുണ്ട്. ഡയറക്ടറോട് ചോദിച്ചോളൂ. കിട്ടുന്ന ഒരു ഡയറക്ഷൻ ആണെന്ന് നമുക്ക് കേൾക്കുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. സാറിന്റെ ഡയറക്ഷൻ ഇല്ലേ, അപ്പൊ ഈ രണ്ട് ലെജൻഡറി ആക്ടേഴ്സിനെ വെച്ചിട്ടാണോ ഡയറക്ട് ചെയ്യുന്നത്? അപ്പൊ അങ്ങനെ ഉണ്ടായതൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ടൈമില്. എനിക്ക് എന്താണ് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത്, ഫസ്റ്റ് ഫിലിമിൽ തന്നെ പാർവതിയും ഉർവശിയുടെ അടുത്ത് കൂടെ കിട്ടിയെന്നുള്ളതൊരു ഏതൊരു ഡയറക്ടറിനും എനിക്ക് തോന്നുന്നു എത്രാമത്തെ സിനിമ ചെയ്യുമ്പോഴും ഇതൊരു ഡ്രീം കാസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ആസ് എ ഡയറക്ടർ എനിക്ക് എൻ്റെ ജോലി വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ സിമ്പിളാണ്. വളരെ കുറച്ച് ഡയറക്ഷൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങളുടെ സ്ക്രീനിൽ കണ്ടു എന്താണ് സംഭവിച്ചത്. ജനങ്ങളുടെ ഒരു അഭിപ്രായം കാണുമ്പോൾ തോന്നുന്നു എല്ലാവരും ഭയങ്കര റെസ്പോൺസ് ആണ് പറയുന്നത്. ഭയങ്കര സന്തോഷം. ഒരുപാട് നാളിന് ശേഷം നല്ല ഹൃദയസ്പർശിച്ച സിനിമ കാണാൻ പറ്റി. പണ്ട് നമ്മൾ കണ്ട കിരീടം, ഭരതം, വാത്സല്യം പോലൊരു മൂവി. അതേപോലെ ഒരു വളരെ സെൻറ്റി ഫിലിമാണ്, വളരെ ഹോണ്ടിങ് ഫിലിമാണ്, ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന ഫിലിമാണ്. ഇത് മലയാളം സിനിമയിൽ തന്നെ ഒരു ലാൻഡ്മാർക്ക് ഫിലിമായി, ആരും മറക്കില്ല. അവാർഡ് മാത്രമല്ല, അതിൻ്റെ ഓടുകയും ചെയ്യും. ഇത് രണ്ടുപേരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പാർവതി തിരുവോത്തായാലും ഉർവശി മാഡം ആണെങ്കിലും. പിന്നെ എടുത്തു പറയാനാണ് ഫസ്റ്റ് ഹാഫ് മാത്രം കണ്ട് ജഡ്ജ് ചെയ്യരുത്. നമ്മൾ ഫസ്റ്റ് ഹാഫ് മാത്രം കാണുമ്പോൾ ഒന്നും പാർവതി തിരുവോത്ത് ചെയ്യുന്ന തെറ്റാന്ന് തോന്നും കഥാപാത്രം. ഇത് മുഴുവൻ കാണുമ്പോൾ മനസ്സിലാകുന്ന ന്യായമുണ്ട്. പടം മുഴുവൻ കണ്ട് ജഡ്ജ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ ഇറങ്ങുന്ന പല പടം നമുക്ക് രണ്ടാമത് കാണാൻ തോന്നുന്നില്ല, ഇപ്പോൾ ഇറങ്ങണം. പക്ഷേ ഇത് എത്ര കണ്ടാലും മതിയാവില്ല. ഇതൊരു മലയാളം സിനിമയിലെ വളരെ ആത്മാർത്ഥമായ ഹൃദയസ്പർശിയ ഒരു ഫിലിമാണ്, ഒരു ലാൻഡ്മാർക്ക് ഫിലിമാണ്. കിരീടം, ഭരതം, മറ്റേ തനിയാവർത്തനം, അതുപോലൊരു മൂവി. ഡയറക്ടർ ക്രിസ്റ്റോ ടോമി സമ്മതിക്കണം, നല്ല ഡയറക്ഷനാണ്. ഭാവിയിൽ ലോഹിതദാസോ ബ്ലസ്സിലാവേണ്ട ആളാണ്, നല്ലൊരു ഡയറക്ടറാണ്. എല്ലാവരും ആക്ടേഴ്സ്മാരെ പുറകെ പോകുന്നത്, പക്ഷേ പുള്ളിയാണ് മെയിൻ ആൾ. ക്രിസ്റ്റോ ടോമി നല്ലൊരു ഡയറക്ടറാണ്. പടം മലയാളം സിനിമ ആരും മറക്കില്ല. ഈ പടം ഒരിക്കലും മറക്കില്ല. ഫുള്ളായിട്ട് എന്ത് സംഭവിക്കാന്നുള്ളത് കാണിക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് എൻ്റെ കരിയറിൽ തന്നെ ഒരു ഭയങ്കര ഒരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഈ കഥാപാത്രം തോന്നുന്നത്. അത്രയ്ക്ക് ഈ പടത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് സിനിമയ്ക്കകത്ത് കാണാനും പറ്റുന്നുണ്ട്. ഹോണ്ട് ചെയ്യുന്ന സിനിമയാണ്, അങ്ങനെയൊക്കെ ഹോണ്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. എക്സാക്ട് ആയിട്ട് പ്ലസ് സാർ കണ്ടിട്ട് തന്നെ ഭയങ്കര നല്ല അഭിപ്രായമാണ് ഡയറക്ഷനെ കുറിച്ച് പറഞ്ഞത്. എനിക്കൊന്ന് ആ ഒരു റേഞ്ചിലുള്ള ഒരു പരിപാടിയാണ്. അത് മൊത്തത്തിൽ നമ്മൾ ആ തുടക്കത്തിൽ അങ്ങനെ എടുക്കുമ്പം നമുക്ക് തോന്നുക, അല്ലെങ്കിൽ പിന്നീട് റീവാച്ചബിൾ ആണ്. അത് ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കാണുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ തവണ കണ്ടപ്പോൾ വീണ്ടും എനിക്ക് ആ ഇമോഷൻ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് കിട്ടുന്ന പോലെ തോന്നി. താങ്ക് യു. ഏതാ പാർവതി ഉർവശിയമ്മ എന്ന് പറയുന്നത് നമുക്കറിയാം, ഓൾറെഡി ലെജൻസ് ആണ്. പക്ഷേ ഉർവശിയമ്മയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന വേറൊരു മോഡിലാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനകത്ത് തന്നെ എല്ലാ ഇമോഷൻസും ഉണ്ട്. അപ്പോൾ അതിൽ ആ ഒരു റേഞ്ച് ഓഫ് എക്സ്പ്രഷൻ എനിക്ക് തോന്നുന്നത് ഈ പടത്തിൽ കുറച്ചുകൂടെ എക്സ്ക്ലൂസീവ് ആയിരിക്കും തോന്നുന്നു. അത് എന്ന് വെച്ചാൽ അവരോട് അഭിനയിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ്. അവരോട് അഭിനയിച്ച് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒരു അമ്മയും മോനും തമ്മിലുള്ള റിലേഷനാണ്, ഞാൻ ഉർവശി അമ്മയായിട്ട്. അപ്പോൾ അത് ഒരു ശരിക്കും അഭിനയിക്കുന്നതാണോ നമുക്ക് തോന്നും. അത്രയ്ക്ക് രസമാണ്. സ്ത്രീ പ്രാതിനിധ്യം ഇല്ല, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു നല്ല അവസരം കിട്ടുന്നില്ല എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും വന്നിട്ട് ഈ ഒരു ചിത്രം കാണണം. ഉള്ളൊഴുക്ക് എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എൻ്റെ അണിയറ പ്രവർത്തനം അണിയിച്ചൊരുക്കുന്നത്. പിന്നെ ഉർവശി ചേച്ചിയും പിന്നെ ഇപ്പോൾ പാർവതി കട്ടക്ക് നന്നായിട്ടുണ്ട്, നല്ല പെർഫോമൻസ്. കാരണം നമുക്ക് തിയേറ്ററിൽ നല്ല നിശബ്ദമായിട്ട് അത്രയ്ക്കും ഇതായിട്ടാണ് എൻ്റെ ക്യാമറയും
ആ ഡയറക്ടറും നന്നായിട്ട് എഴുതായാലും ക്രിസ്റ്റോന് പിന്നെ രാധാകൃഷ്ണൻ, അർജുൻ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ 2-3 സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് കണ്ണൂർ സ്കോഡൊക്കെ പെർഫെക്റ്റ്, നല്ല അഭിനയം. പിന്നെ പ്രശാന്ത്, അദ്ദേഹത്തിനെ കൂടെ പറയണത്, പ്രശാന്ത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അവാർഡ് അതിൽ ആർക്കൊക്കെ കിട്ടുമെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അത് ജനങ്ങളിപ്പോൾ എന്തായാലും ഒരു അവാർഡ് കൊടുത്തെന്നാണ് ഇപ്പോൾ ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഇതിൽ ഞാൻ ഒരു അവാർഡ് കൊടുത്തു എല്ലാവർക്കും. രണ്ടൊരു ഈക്വലി കട്ടക്കട്ടൊക്കെയാണ്. ഉർവശിനെ അറിയാലോ എത്ര അവാർഡ് മേടിച്ചിട്ടുള്ള ഒരു നടിയാണ്. കാരണം അവരും ഈ പാർവതി എന്ന് പറഞ്ഞ ആ നടിയും നന്നായിട്ടുണ്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നായക കഥാപാത്രം ഈ പറഞ്ഞ പോലെ പ്രശാന്തും അർജുൻ രാധാകൃഷ്ണൻ, പിന്നെ അലൻസേറിയേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു പിതാവ്, അച്ഛൻ എന്നുള്ള കഥാപാത്രം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തോ അവാർഡ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുക. ആയാലും ജനങ്ങളുടെ അവാർഡ് ഉറപ്പായിട്ട് ഇവർക്ക് കിട്ടി. ഇനി അവാർഡിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. ആയാലും എൻ്റെ ഒരു അവാർഡ് ഞാൻ അതിൽ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. കാരണം അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ എല്ലാ ചിത്രങ്ങളും കാണുകയാണല്ല, ഒരു തട്ടുകളിപ്പിനും അങ്ങനെ അടിച്ചു ഇത് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം പെൺകുട്ടികൾ പ്രത്യേകിച്ച് കാണേണ്ട ഒരു സിനിമയാണ്. കാരണം അത്രയ്ക്കും അത് സിനിമ വന്ന് കണ്ട് അവരെന്നെ വിലയിരുത്തുക. കാരണം നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ഇതാകാനുള്ള എല്ലാം കാണുക. എല്ലാവർക്കും താങ്ക്സ്.